ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അവൽ കൊണ്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഡിന്നറിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 4 കപ്പ് അവലാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു 4 കപ്പ് അവലിന് വേണ്ടിയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കറക്റ്റ് ആക്കി എടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ അവലെടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇതിലേക്ക് 4 കപ്പ് അവലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അവലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നാലേ നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് കുതിർത്ത് വെക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവലെടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒരു 5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ചേക്കാം. അപ്പോഴേക്ക് ഇത് നന്നായിട്ട് കുതിർന്നു വന്നോളും. ആ ഒരു സമയം കൊണ്ട് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയോ ഓയിലോ ഏതായിരുന്നാലും കുഴപ്പമില്ല. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുക്കും വരേക്കും കൈവിടാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ഈ മുട്ടയും അവലും വെച്ച് ഇതുപോലൊന്ന് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിരിക്കരുത്. പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇരുന്ന് കരിഞ്ഞു പോവും. ഇനി അവൽ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ആ ഒരു അവൽ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലേക്കിട്ട് അവൽ മാത്രമാക്കി ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുക്കാം. ഇതുപോലെ അരിപ്പയിലേക്ക് കുറച്ച് അവലിട്ട് കൊടുത്തതിന് ശേഷം സ്പാച്ച് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ കൊണ്ട് തന്നെയോ നന്നായിട്ടൊന്ന് മുറുക്കി പിഴിഞ്ഞെടുത്താൽ മതി. ഇതേപോലെ തന്നെ എല്ലാ അവലും ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ അളവിലാണ് ഞാൻ ഇതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി 2 സവോള കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു എരിവിന് വേണ്ടി 2 പച്ചമുളകും 2 ഉണക്കമുളകും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഒരുപാട് എരിവൊന്നും ചേർക്കുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് എരിവായി കഴിഞ്ഞാൽ മക്കളൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടാവും. അടുത്തതായി ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസാണ്. ഒരു 100 ഗ്രാം അളവിലുള്ള ഗ്രീൻ പീസാണ് ഞാൻ ഈ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. അതേപോലെ തന്നെ ഒരു 100 ഗ്രാം അളവിലുള്ള പൊട്ടുകടല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടുകടലയ്ക്ക് പകരം കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്കൊരു 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വലുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അവലും മുട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. മുട്ടയുടെ ആ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാകുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി എരിവ് വേണം എന്നുള്ളവർക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 2 പൊടിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ കിടന്ന് തന്നെ ഒന്ന് ആദ്യം വെന്ത് വരണം. അതിനായിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാതെ ഒരു പകുതിയോളം ഈ എണ്ണയിൽ കിടന്നൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കരുത്. ഇത് വെന്ത് വരുമ്പോൾ വെള്ളമെല്ലാം വറ്റിയിരിക്കണം. അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലുള്ള ആ ഒരു കിഴങ്ങെടുത്ത് ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇത്രയും നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ വെള്ളത്തിൽ നിന്നും ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു അവലെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ അവലും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഈ മസാലയൊക്കെ അവലിലൊന്ന് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അവല് കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ ഈ സിൽനാസ് കിച്ചൺ ചാനലിൽ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസുകൾ കാണാൻ താല്പര്യമുള്ളവർക്കായി ഈ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോസും കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മുടെ അവല് കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈ ഒരു പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.